ടിക്കറ്റ് ടു ഫിനാലെ അടുത്ത ടാസ്കും കഴിഞ്ഞിരിക്കുകയാണ്. അടുത്ത ടാസ്ക് ജയിച്ചത് ജിൻഡോ നന്ദന ടീമാണ്. നന്ദനയാണ് പോയത്. നന്ദന അടിച്ചു പൊളിച്ചു എന്ന് തന്നെ പറയാൻ പറ്റും. കാരണം വേറെ ടാസ്ക് ഒന്നുമില്ല, കുറച്ച് ബോക്സുകൾ ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട്. അതിൽ ഓരോരുത്തർക്കാണ് പങ്കെടുക്കാൻ പറ്റുന്നത്. അത് ആദ്യമേ ചെന്നൊരു പടങ്ങളാണ് ഇങ്ങനെ വെച്ചേക്കുന്നത്. ആ പടങ്ങൾ എടുത്തു നോക്കുക. എടുത്ത് നോക്കിയതിന് ശേഷം അത് വീണ്ടും അടച്ചു വെക്കുക. എന്നിട്ട് അടുത്ത ബോക്സ് തുറക്കുക. അപ്പം ഇതിൻ്റെ പേര് തന്നെയാണ് അവിടെ കിട്ടിയിട്ടുണ്ടെങ്കിൽ വീണ്ടും മത്സരം വീണ്ടും കണ്ടിന്യൂ ചെയ്യാം. വീണ്ടും അടുത്ത ബോക്സ് പൊക്കുക. പൊക്കിയതിന് ശേഷം അതാണെങ്കിൽ തന്നെ വീണ്ടും അത് കണ്ടിന്യൂ ചെയ്യാം. അല്ലെങ്കിൽ അടച്ചു വെച്ചിട്ട് പോവുക. ഇങ്ങനെ ഒരു പേര് കിട്ടുവാണെങ്കിൽ ഒരു പോയിന്റ്. അങ്ങനെയാണ് പോയത്. നന്ദന വളരെ നന്നായി കളിച്ചു. ജാസ്മിനും വളരെ നന്നായി കളിച്ചു. മറ്റൊന്ന് നോറയായിരുന്നു, പിന്നെ അപ്സരയായിരുന്നു ഒരു ടീമിൽ നിന്ന്. അങ്ങനെ ഇവർ 4 പേരാണ് കളിച്ചത്. ഇതിനകത്ത് അല്പം ഭാഗ്യമുണ്ട്. ഭാഗ്യത്തിൻ്റെ അകമ്പടി ഇല്ലെങ്കിൽ പറയാൻ പറ്റില്ല. നമ്മൾ പൊക്കി നോക്കുന്നത് ആദ്യത്തെ പേരാണെങ്കിൽ രക്ഷപ്പെട്ടു. അതുപോലെ തന്നെ ഓർമ്മശക്തിയും ഒരു ഘടകമായിട്ട് വന്നിട്ടുണ്ട്. കാരണം മറ്റു ടീമിൻ്റെ ഒരു വ്യക്തി പൊക്കി നോക്കി അതല്ല എങ്കിൽ അത് അടച്ചു വെച്ചു. അപ്പോഴത്തേന് പുറത്ത് നിൽക്കുന്ന മത്സരാർത്ഥികൾക്ക്, ബാക്കിയുള്ള മത്സരാർത്ഥികൾക്ക് മനസ്സിലായി അത് എന്താണെന്ന്. അത് ഓർത്തു വെച്ചാൽ പിന്നെ അവർ പോകുമ്പോൾ അവരെടുക്കുന്ന ബോക്സിൽ ഈ പടമാണെങ്കിൽ ഓർത്തിരുന്ന് നേരത്തെ പൊക്കിയ ആ പടം വീണ്ടും എടുക്കാം. അങ്ങനെ ഒരു പോയിന്റ് നേടാം. എനിക്ക് തോന്നുന്നു ഓർമ്മശക്തി നന്നായി ഉള്ളത് നമ്മളെ നന്ദനയാണ്. നന്ദന ഡെൻ ടീമിൻ്റെ ജിൻഡോയുടെ ടീമിലെ അംഗമായിരുന്നു. പൊളിച്ചടിക്ക് ജിൻഡോയൊക്കെ പോയിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു ഓർമ്മശക്തിയൊക്കെ വളരെ കുറവാണ്. പക്ഷേ നന്ദന പൊളിച്ചെടുക്കുന്നുണ്ട്. ജാസ്മിനും 4 പോയിന്റ് നേടി. നന്ദന ഏകദേശം 6 പോയിന്റുകളും നേടി. ജാസ്മിൻ നെക്സ്റ്റ് ടീമിൽ നിന്നുള്ള ജാസ്മിന് 4 പോയിന്റ് നേടി. അതുപോലെ അപ്സര കണ്ടം 3 പോയിന്റ് നേടി. നമ്മളെ നോറ 1 പോയിന്റ് നേടി. നോറയെ സംബന്ധിച്ച് അറിയാമല്ലോ, നോറ ഇങ്ങനെ വാച വഴി മാത്രമേ ഉള്ളൂ, ഗെയിമിലൊന്നും നന്നായി കളിക്കുന്നതേ അല്ല. നോറയ്ക്ക് പകരം എനിക്ക് തോന്നുന്നു ഫ്രീദുമായിരുന്നു അല്പം കൂടെ നന്നായി കളിച്ചേനെ ആ ടീമിൽ. ഏതായാലും അങ്ങനെ ആ ടാസ്ക് അവസാനിച്ചിരിക്കുകയാണ്. ഈ ടാസ്കിൻ്റെ ഞാൻ നേരത്തെ തന്നെ ഇട്ടിരുന്നു. ടാസ്കുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ 10 ഗെയിമാണെങ്കിൽ ഇതൊന്നും ബാധിക്കുന്നതല്ല. കാരണം നെക്സ്റ്റ് ടീമിന് ഇപ്പം തന്നെ ഓൾറെഡി 21 പോയിന്റ് ഉണ്ട്. രണ്ടാം സ്ഥാനം നിൽക്കുന്ന ടീമിനെങ്ങാണ്ടും 16 പോയിന്റേ ഉള്ളൂ. ബാക്കി ഡെൻ ടീമിനെങ്ങാണ്ടും 15 പോയിന്റേ ഉള്ളൂ. അങ്ങനെ പീപ്പിൾ ടീമിനെങ്ങാണ്ട് 9 പോയിന്റ് എങ്ങാണ്ടേ ഉള്ളൂ. അങ്ങനെ പോകുന്നു. ഏതായാലും ഇത് 10 മത്സരം കൊണ്ട് ഇത് അവസാനിക്കുകയാണെങ്കിൽ, ഈ ആഴ്ച അവസാനിക്കുകയാണെങ്കിൽ ഇത് ഈ ടാസ്കിൽ വിജയിക്കുന്നത് നെക്സ്റ്റ് ടീമാണ് എന്നുള്ളത് ഏകദേശം ഉറപ്പായിരിക്കുകയാണ്. ഇനി ബിഗ് ബോസ് ആണ്, കളി വേറെ മാറുമോ എന്നുള്ളത് അറിയില്ല. ഏതായാലും ഈ ഗെയിം നന്ദന തൂക്കിയിരിക്കുകയാണ്.